എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറി പോർഷനിൽ വരുന്ന ഇഡിയംസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇഡിയംസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തേത് കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ മരിക്കുക അല്ലെങ്കിൽ ഡൈ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഈ ബ്ലൂ മൂണൊക്കെ വല്ലപ്പോഴുമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വെരി റെയർലി. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഗോ ടു സ്ലീപ്പ്. ബ്രേക്ക് ദ ഐസ്. ഐസിനെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംഭാഷണം ആരംഭിക്കുന്നത്. സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. അടുത്തത് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് മീനിനെ പുറത്തേക്ക് എടുത്താൽ അതിനെന്താണ്, ശ്വസിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താണ്, അൺകംഫർട്ടബിൾ. ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം, എക്സ്ട്രീംലി ഹാപ്പി. ഗീവ് ഗ്രീൻ ലൈറ്റ്, അതായത് പച്ചക്കൊടി കാണിക്കുക. പെർമിഷൻ ഫോർ സംതിങ്. എന്തിനെങ്കിലും വേണ്ടി പെർമിഷൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പച്ചക്കൊടി കാണിക്കുന്നത്. അടുത്തത് എ പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ വളരെ എളുപ്പം, വെരി ഈസി. സി ഐ ടു ഐ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക അല്ലെങ്കിൽ ടു എഗ്രി സംതിങ്. അടുത്തത് ഷെഡ് ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് വെച്ചാൽ പ്രറ്റൻഡ് സോറോ. നമ്മൾ പറയാറുണ്ടല്ലോ മുതലക്കണ്ണീർ എന്നൊക്കെ, അതാണ് ഷെഡ് ക്രൊക്കഡൈൽ ടിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലേ ദ ഫൂൾ എന്ന് വെച്ചാൽ ബിഹേവ് സ്റ്റുപ്പിഡ്ലി. നമ്മൾ പറയത്തില്ലേ ചില സിനിമയിലൊക്കെ അവൻ പൊട്ടനായിട്ട് അതിൽ അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ, അതാണ് പ്ലേ ദ ഫൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേൺഡ് ഓവർ എ ന്യൂ ലീഫ്, പുതിയ ഇല മറിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഗാൻ എ ന്യൂ കരിയർ, പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക. അടുത്തത് സ്നേക്ക് ഇൻ ദ ഗാർഡൻ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവാണ്. എ ഹിഡൻ എനിമി. ഗോ ലൈക്ക് എ ബോംബ് എന്ന് വെച്ചാൽ ടു മൂവ് ഫാസ്റ്റ്, വേഗത്തിൽ പായുക. അടുത്തത് ഫീൽ ബ്ലൂ എന്ന് വെച്ചാൽ വളരെ വിഷമത്തിലിരിക്കുക, ടു ബി സാഡ്. മെയ്ഡൻ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രസംഗം, ഫസ്റ്റ് സ്പീച്ച്. അടുത്തത് ലുക്സ് സ്മാൾ, ചെറുതായി കാണുക, ടു ഫീൽ അഷെയിംഡ്. അറ്റ് ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ളത്, വെരി ഹാപ്പി. ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളത്, വെരി എക്സ്പെൻസീവ്. ടു ആൻഡ് ഫ്രോ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത്. അടുത്തത് ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ്. അതായത് നമ്മളൊരു നോട്ടീസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ബോട്ടമായിട്ട് NB നോട്ട് ചെയ്യാൻ പറഞ്ഞ് ഒരു പോയിൻ്റൊക്കെ കാണത്തില്ലേ, അപ്പോൾ അതെന്താണ്, ആ ഒരു നോട്ടീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അതിനെയാണ് ബോട്ടം ലൈൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഹോൾ ആൻഡ് കോർണർ എന്ന് പറഞ്ഞാൽ സീക്രട്ട് എന്നാണ്. ഡോങ്കീസ് ഇയർ എന്ന് പറഞ്ഞാൽ എ ലോങ് ടൈം, അതായത് ഒരുപാട് സമയം വേണം ഈ ഡോങ്കിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് എ മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അറിവുള്ള ആൾ, അതായത് സ്കോളർ. സാലഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ കൗമാരക്കാലം അല്ലെങ്കിൽ അഡോളസെൻസ്. അറ്റ് സി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ള ഒരവസ്ഥ, അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമ്മൾ പറയാറില്ലേ ചെകുത്താനും കടലിനും ഇടയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട്. അടുത്തത് ഇൻ എ നട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യത്തിനെ ചുരുക്കി പറയുക, ബ്രീഫ്ലി. ആൻഡ് ഇച്ചിങ് പാം എന്ന് പറഞ്ഞാൽ ടേക്സ് ബ്രൈബ്സ്, അതായത് കൈക്കൂലി വാങ്ങുക. ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിട്ടുള്ളതാണ് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് എന്ന് പറയുന്നത്. അടുത്തത് അറ്റ് ദ 11th hour, അതായത് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്.
ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ വിത്ത് ആൾ എനർജി. അടുത്തത് വിഡോസ് മൈറ്റ്, എ സ്മാൾ കോൺട്രിബ്യൂഷൻ ഓഫ് എ പുവർ മാൻ. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ അണ്ണാറക്കണ്ണന് തന്നാലായത്. ടിറ്റ് ടു ടാറ്റ് എന്ന് പറഞ്ഞാൽ റീപേയ്മെൻറ്റ് ഓഫ് ഹാം ഇൻ ആൾമോസ്റ്റ് ദ സെയിം വേ. ഇങ്ങോട്ടെങ്ങനെയാണോ അതുപോലെ തിരിച്ചും കാണിക്കുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. ഡെഡ് ആൻഡ് ഗോൺ എന്ന് പറഞ്ഞാൽ അവസാനിക്കുക അല്ലെങ്കിൽ ഫിനിഷ്ഡ്. അടുത്തത് ഇൻ വോഗ് എന്ന് പറഞ്ഞാൽ ഫാഷൻ. ഫാഷനുമായി ബന്ധപ്പെട്ട മാഗസീൻ്റെ പുറമേയൊക്കെ നമുക്ക് ഈ ഒരു പേര് കാണാനായിട്ട് സാധിക്കും. ഡ്രൈ റൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡാൻസൊക്കെ സ്റ്റേജിൽ കളിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ട് ചെയ്ത് നോക്കുന്നത്, അതായത് റിഹേഴ്സൽ. എ ക്ലോസ് ഷേവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്നൊക്കെ നമ്മൾ തലനാടിലേക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത്. എ നാരോ എസ്കേപ്പ്. അടുത്തത് ടോപ്പ് ബ്രാസ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കൈയോടെ പിടിക്കുക, ഓൺ ദ സ്പോട്ട്. സ്മാൾ ഫ്രൈ എന്ന് വെച്ചാൽ അൺഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, പ്രാധാന്യമില്ലാത്ത മനുഷ്യൻ. അടുത്തത് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് വെച്ചാൽ വഴക്കിനുള്ള കാരണം, എ കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. അടുത്തത് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ ദയനീയമായ ജീവിതം, എ മിസറബിൾ ലൈഫ്. നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ ജീവിതം ഇപ്പം ഭയങ്കര കഷ്ടപ്പാടാണ്, ഇപ്പോൾ നമ്മുടെ ജീവിതം പട്ടി നക്കി എന്നൊക്കെ. അതാണ് ഡോഗ്സ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വെറ്റ് ബ്ലാങ്കറ്റ്. അപ്പം വെറ്റായിട്ടുള്ള ബ്ലാങ്കറ്റ് കൊണ്ട് നമുക്ക് ഒരു ഉപയോഗവുമില്ല, എ യൂസ്ലെസ് പേഴ്സൺ, ഉപയോഗമില്ലാത്ത വ്യക്തി.